നിങ്ങളുടെ ആഘോഷങ്ങൾ എന്തുമാകട്ടെ, www.thrissurlive.in കൂടി ഇനി ലോകമെങ്ങും കാണട്ടെ. ഉത്സവങ്ങൾ, വിവാഹങ്ങൾ, സ്റ്റേജ് ഷോസ്, സ്കൂൾ പ്രോഗ്രാംസ് എല്ലാം അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഇന്റർനെറ്റിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇനി എപ്പോഴും നിങ്ങൾക്കരികെ. ലോഗ് ഓൺ ടു www.thrissurlive.in. പഠനത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പാഠ്യേതര പ്രവർത്തനങ്ങളും. അവയിൽ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നത് വിനോദയാത്രകൾ തന്നെ. വായിച്ചും കേട്ടും പഠിക്കുന്നതിലും എത്രയോ അധികമായിട്ടാണ് ഇത്തരം യാത്രകളിലൂടെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചരിത്രം തേടിയുള്ള യാത്രയാണ് ഇപ്രാവശ്യം ഞങ്ങൾ വിനോദയാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. സെയിന്റ് ജൂഡ് പബ്ലിക് സ്കൂളിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വർഷത്തെ വിനോദയാത്ര അവർക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഉപഹാരമായി സമ്മാനിക്കുകയാണ് നമ്മുടെ സ്കൂൾ ഇവിടെ. പ്രിയം നിറഞ്ഞ അധ്യാപകർ, കൂട്ടുകാർ, വിസ്മയിപ്പിച്ച് കടന്നുപോയ കാഴ്ചകൾ, ഇവയെല്ലാം ചേർത്ത് ഒരു ഉപഹാരമായി ഒരു CD രൂപത്തിൽ സമ്മാനിക്കുകയാണ് നമ്മളിവിടെ. ഒരു ദേശം ഒന്നിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ചരിത്രപരമോ ഭൂഘടനാപരമോ ആയിരിക്കും ആ വ്യത്യസ്തതയ്ക്ക് കാരണം. സ്വപ്നത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള ഉണർച്ചയാണ് യാത്ര. കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പൊടിപുരുണ്ട മണ്ണിലേക്കാണ് ഈ യാത്ര. ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവമാണ് യാത്രികന് സമ്മാനിക്കുന്നത്. ഒരു യാത്ര അവസാനിക്കുമ്പോൾ അതൊരു പുതിയ അനുഭവമായി യാത്രികന്റെ മനസ്സിൽ ഇടം നേടുന്നു. ഉജ്ജ്വലമായ ഒരു ഭൂതകാലത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് മഹാബലിപുരത്തിന്റെ മടിത്തട്ടിലേക്ക്, കാലത്തിന്റെ അവശേഷിപ്പുകൾക്കിടയിൽ മൺമറഞ്ഞ പൂർവികരുടെ സ്വപ്നങ്ങൾക്കിടയിലൂടെ അനുഭവത്തിന്റെ വിത്തുകൾ തേടി ഒരു സഞ്ചാരം. വലിയൊരു പാറയുടെ ഒരു പ്രതലത്തിൽ അതിസൂക്ഷ്മമായി പ്രകൃതിയുടെ ഭാവങ്ങൾ ചിത്രീകരിച്ചിരിക്കുകയാണ്. മഹാബലിപുരത്തു നിന്ന് ചെന്നൈയിലേക്കുള്ള ഈസ്റ്റ് കോസ്റ്റ് റോഡിലൂടെ സഞ്ചരിച്ചാൽ കോവളത്തിനടുത്താണ് ഈ മുതല വളർത്തു കേന്ദ്രം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ ഇനത്തിൽപ്പെട്ട മുതലകളും ഇവിടെയുണ്ട്. ആയിരത്തി 1971 ആരംഭിച്ച സെന്റർ 37 വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയായത്. ഫ്രഞ്ച് കോളനി വാഴ്ചക്കാലത്തെ പ്രൗഢി വിളിച്ചൂതുന്ന പഴമയുടെ തനിമ പേറുന്ന കെട്ടിടങ്ങളാണ് ഗോബർട്ട് അവന്യൂവിൽ. ഞങ്ങൾ നടന്നു തീർത്ത വഴികൾ, കണ്ടാനന്ദിച്ച കാഴ്ചകൾ, കടന്നുപോയ കാറ്റുകൾ, ഭക്ഷണം വിളമ്പിയ അജ്ഞാതർ, മഴയായും കാറ്റായും ചൂടായും ഞങ്ങളുടെ ശിരസിൽ പെയ്ത പ്രകൃതി. ഇനി ഇവയെല്ലാം ഞങ്ങളുടെ ഓർമ്മയിലും പകൽ കിനാവുകളിലും പച്ചയണിയും. പുതിയൊരു യാത്രയുടെ അനുഭവം തേടി. അതുവരെ ഈ യാത്രയുടെ മനോഹര ദൃശ്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയുടെ ചില്ലുകൂട്ടിൽ പൊടിപുരളാതെ കാത്തുസൂക്ഷിക്കും.